മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രനോട് നീ അടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ബില്ല് നീ കൊടുത്തോളൂ. ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബില്ല് നീ കൊടുക്കണ്ട, ഞങ്ങൾ കൊടുക്കുമെന്ന് പറയും. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നീ തനിച്ചാണ്, ഞങ്ങൾ രണ്ടുപേരും ഇല്ല, ഞങ്ങൾ പോകണമെന്ന് പറയും. ഓ മനസ്സിലായി, ഇങ്ങനെ തന്നെ ചെയ്യണം. കയ്യും കാലോടിഞ്ഞെടുക്കുന്ന സഹോദരിയോട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയും. പിന്നെ എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്? നിൻ്റെ വാക്ക് കേട്ടും കഴിഞ്ഞിട്ടേ ദുബായിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ പിടിച്ച് വന്ന ഞങ്ങളതിനൊന്നും തല്ലാൻ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടി, മതിയായി. ഇനി നിൻ്റെ കൂട്ട് ഞങ്ങൾ നിൽക്കില്ല. തെറ്റും ശരിയൊക്കെ ആരെ ഭാഗത്തു നിന്ന് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും. ബാലചന്ദ്രൻ തെറ്റുകാരനാണെങ്കിൽ സമ്മതിച്ച്. പക്ഷേ നീ ഒരു കാര്യം മറക്കരുത്, നീയും തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾക്കറിയാം. നിൻ്റെ പഴയ സ്വഭാവം ഞങ്ങളോട് നീ ഒളിക്കരുതെന്ന് പറയും. ശരി, സമ്മതിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി ഞാൻ എൻ്റെ മകളാണെന്നോ മകനാണെന്നോ പറഞ്ഞ് അവിടെ ആരെയും കൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. അയാളല്ലേ കണ്ണി കണ്ട പെണ്ണുങ്ങളായിട്ട് എഴിഞ്ഞാടി നടന്നിട്ടുണ്ടായ സന്തതിനെ ആ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കണമെന്നറിയും. അവിടെ നിന്ന് അവൾ പോകാതെ ആ വീട്ടിലേക്ക് ഞാൻ പോകില്ല എന്ന് പറയും. ശരി, ഉറപ്പാണോ എന്ന് ചോദിക്കും. അതെ, ഉറപ്പാണെന്ന് പറയും. എന്നാൽ അവൾ പറഞ്ഞയക്കും, സമയം എടുക്കുന്നു മാത്രം. എന്ത് സമയം? കല്യാണം കഴിച്ച് അയപ്പിക്കുമെന്ന് പറയും. ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറയും. എന്നാൽ ശരി, ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയും. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിൻ്റെ തലയിലെ അഹങ്കാരമാണ്, നിന്നെ കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ആങ്ങളമാർ രണ്ടുപേരും സ്ഥലം വിടും. പിന്നീട് ബാലചന്ദ്രനെ കാണിക്കുന്നത്, ബാലചന്ദ്രൻ കോണിപ്പടിയൊക്കെ ഇറങ്ങി താഴത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. മകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. ആ സമയത്ത് ചായയും കൊണ്ട് വരുന്നുണ്ട് അലീന. എന്നാച്ചാ ചായ എന്ന് പറയും. ആ താങ്ക് യു മോളെ എന്ന് പറയും. ആ വെൽക്കം അച്ഛാ എന്ന് പറയും. അതിനുശേഷം അവിടെ നിന്നിട്ട് അച്ഛാ എന്ന് പറയും. എന്താന്ന് ചോദിക്കും. അതെ, ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് പൊക്കോട്ടെ അച്ഛാന്ന് പറയും. ഇപ്പോഴോ? ഇപ്പോൾ പോയ ഇവിടെ ആരുണ്ടെന്ന് ചോദിക്കും. ഇവിടെ കൃഷ്ണമോളില്ലേ, ബബിതയും രോഹിത്തും ഇല്ലേന്ന് പറയും. അതെന്തിനാ ഇപ്പോൾ പോണേന്ന് ചോദിക്കും. കുറേ നാളായില്ലേ അച്ഛാ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, പോകാൻ പറ്റണില്ലല്ലോ. ഹോസ്പിറ്റലിൽ ബൈ സ്റ്റാൻഡറായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചാൽ എന്നെ അവിടെ നിർത്തിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് പോയി വരാമല്ലോ എന്ന് പറയും. ശരി, പോയിട്ട് വായോ എന്ന് പറയും. പോണേൻ്റെ തലേദിവസം പറയണോട്ടാന്ന് പറയും. അതിനുശേഷം മനുവിനെയാണ് കാണിക്കുന്നത്. മനു അലീനയുടെ ഫോട്ടോ ഫോണിലെടുത്തിട്ട് ഇങ്ങനെ സ്ക്രീൻ വലുതാക്കി ഇരുന്ന് കാണണ്. അപ്പോൾ ആ സമയത്തൊന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന ഫോൺ എടുക്കും. ഹലോ അലീന, എന്താ മനുവേട്ടാ എന്ന് ചോദിക്കും. എന്തെടുക്കണേ? ഞാനിപ്പോൾ ഫോൺ ചെയ്യണേന്ന് പറയും. ഓ അത് ശരിയാണെന്നറിയും. ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഇതിനുള്ള മറുപടി നിൻ്റെ ചെവി രണ്ട് ഞാൻ പൊന്നാക്കിയേനേന്ന് പറയും. അപ്പം പറയും, ഞാനേ അടുക്കളയിൽ പണിയെടുക്കുകയെന്ന് പറയും. അതിൽ നിനക്കൊരു മോചനം ഇല്ലല്ലേ, ഇത്രയും വലിയ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി, എന്നിട്ട് നിനക്ക് അതിനൊരു മോചനം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതിന് മോചനമൊക്കെ ഉണ്ട്. ഇല്ല എന്നാരാ പറഞ്ഞാൽ? ഇല്ല, മോചനം കിട്ടുന്ന സമയത്ത് ഞാൻ പോയി കുളിക്കും, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കും, ഭക്ഷണം കഴിക്കും, അച്ഛനോടും കൃഷ്ണമോളോടും സംസാരിക്കും എന്ന് പറയും. ബബിതയും രോഹിത്തും എങ്ങനെയുണ്ട് എന്ന് പറയും. അടുക്കണില്ല എന്ന് പറയും. ചിലപ്പോൾ ശരിയായിരിക്കുമല്ലേ എന്ന് പറയും. ആ ശരിയായിരിക്കും. പിന്നെ എന്തോ വിശേഷം എന്ന് പറയും. വിശേഷം എന്ത്, ഞാനേ കൊല്ലപ്പള്ളിയിൽ നിന്നേ മുത്തശ്ശൻ്റെ കൂടെ ഒരു അനാഥാലയത്തിൽ കഴക്കൂട്ടത്തേക്ക് വന്നതോടുകൂടി എൻ്റെ മനസ്സിൽ ഒരു പ്രശ്നം, വ്യത്യാസം. ഹോം നേഴ്സായി വന്നില്ലേ ആ പെൺകുട്ടിയോട് ചെറിയൊരു സ്നേഹവും, ആ പെൺകുട്ടി വന്നതിന് ശേഷമേ എൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ട പോലെ ബാംഗ്ലൂർ മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്ന ഞാനാണ്. ഇപ്പം ഈ പെൺകുട്ടിക്ക് ഓരോരോ ആവശ്യങ്ങൾ, ഓരോ ആപത്തുകൾ. അപ്പോൾ അതിനെ ഓടി ഓടി വരേണ്ടത് കാരണം എറണാകുളത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അലീനനെ കളിയാക്കി ചിരിക്കുന്നു. അപ്പോൾ അലീന പറയും, മനോട്ടാ ഞാൻ എറണാകുളത്തേക്ക് പോകണ്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് എന്ന് പറയും. എടി മറ്റന്നാളാണെങ്കിൽ ഞാൻ പോകുന്നുണ്ട്, നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. അയ്യോ അത് വേണ്ട മനുവേട്ടാ, അത് ശരിയാവില്ല. നീ ഇപ്പോഴും പഴയ ഇതിൽ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. നീ ഇപ്പം എൻ്റെ സ്വന്തം അപ്പച്ചിയുടെ മോളാണ്, അച്ഛൻ്റെ സഹോദരിയുടെ മോളല്ലേ, പിന്നെ ഞാനെന്തിനാ നിന്നെ പേടിക്കണേ, നിന്നെ കൊണ്ടുപോകണേലേ. അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറയും. ഇവള് പിന്നെയും തുടങ്ങി എന്ന് പറഞ്ഞ് മനു വീണ്ടും കളിയാക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന അലീന 10 കിലോ അരിപ്പൊടി, പഞ്ചസാര, തേയില അങ്ങനെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ കൊടുത്ത് മേടിക്കുന്നു. ഇപ്പോൾ എവിടേക്ക് നോക്കുമ്പോൾ കൂടാരം എന്ന് പറഞ്ഞിട്ടുള്ള അനാഥാലയത്തിലേക്ക് എന്ന് പറയും. ഒരു ഓട്ടോ വിളിച്ചതായോ എന്ന് പറയും. അങ്ങനെ പച്ചക്കറിക്കാരൻ ഓട്ടോ വിളിക്കുന്നു. ഷാജി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരു വില്ലൻ്റെ ലുക്കൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി വയ്ക്കാൻ പറയുമ്പോൾ, ഇത് എൻ്റെ വണ്ടിയെ, ചരക്ക് വണ്ടിയല്ലടാ എന്ന് പറയും. എടാ ഒന്ന് കയറ്റി കൊടുക്കടാ അനാഥാലയത്തിലേക്ക് ഇടുന്നു പറയും. അങ്ങനെ അനാഥാലയത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ കയറ്റി കൊടുക്കും. പൈസ ചോദിക്കുമ്പോൾ ഭയങ്കര പൈസന് പറയുന്നത് 250 രൂപ എന്ന് പറയും. ഇത്ര രൂപ എത്ര അങ്ങോട്ട് ആവുമോ എന്ന് ചോദിക്കും. ആ പെട്രോളിൻ്റെ വില കേൾക്കുമ്പോഴേ ഞങ്ങളും അയ്യോ അമ്മയെന്നൊക്കെ പറയാറുണ്ട് കുട്ടി എന്ന് പറയും. എന്നിട്ട് വീണ്ടും സാധനങ്ങളൊക്കെ അയാൾ ബാക്കിലേക്ക് കയറ്റണ്. ഇനി അത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെ ഇറക്കണ്ടേ, അത് വേണം, എന്നെ സഹായിക്കാൻ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയും. ശരി, അതുകൊണ്ടാണ് 250 രൂപ പറഞ്ഞതെന്ന് പറയും.
അങ്ങനെ അലീന എന്നോട് പറയും കയറി ഇരുന്നോ എന്തായാലും മോശമായുള്ള വഴീന് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കനൊക്കെ പോകുള്ളൂ എന്ന് പറയും. പിന്നെ വൈജയന്തിയെ കാണിക്കുന്നത് വൈജയന്തി ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അച്ഛനും മോളും കൂടെ അവിടെ കയറി വരും. അപ്പം നേഴ്സ് കൃഷ്ണമോളോട് ചോദിക്കും മോൾക്കൊന്ന് സ്കൂളില്ലേ, സ്കൂൾ കഴിഞ്ഞ് വന്നതാണെന്ന് പറയും. അപ്പോൾ രേവതി നമ്മുടെ കൃഷ്ണമോളോട് നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ എന്തെന്ന് പോകാഞ്ഞേ എന്ന് പറയും. ട്യൂഷന് പോയില്ല, അമ്മനെ കാണണമെന്ന് തോന്നി, അവിടെ കാണാൻ വേറൊരു കൊച്ചമ്മയുണ്ടല്ലോ എന്ന് പറയും. ആ കൊച്ചമ്മനെ കണ്ടു മടുത്ത്, അതുകൊണ്ടാണ് അമ്മനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു, ഈ കിടപ്പ് കാണാൻ രസമല്ലേ എന്ന് പറയും. ആടി ഈ കിടപ്പ് കണ്ട് ആസ്വദിക്കും നിങ്ങളെല്ലാവരും, എന്നെ ഈ നിലയിലാക്കിയവരൊക്കെ എല്ലാവരും ആഘോഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വേറൊന്നും പറയാൻ നിൽക്കില്ല. ബാലചന്ദ്രൻ പറയും നാളത്തെ കഴിഞ്ഞാൽ വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹോം നേഴ്സിനെ വീട്ടിലാണെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ എന്ന് പറയും. അവിടെ എവിടെ ഹോം നേഴ്സ് എന്ന് പറയും. അലീനില്ലേ എന്ന് പറയും. ഓ അത് ഹോം നേഴ്സ് അല്ലല്ലോ കൊച്ചമ്മയല്ലേ എന്ന് പറയും. എന്നാൽ വേറെ ഹോം നേഴ്സിനെ വയ്ക്കാമെന്ന് പറയും. വേണ്ട, ഞാൻ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ ഒരു അവതാരത്തിലും ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് വരാനും പോണില്ല എന്ന് പറയും. ശരി നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ തിരിഞ്ഞ് നടക്കും, നിൽക്ക് എന്ന് പറയും. ആ ബാലചന്ദ്രൻ വീണ്ടും നിൽക്കും. എന്നിട്ട് ഒരു കവർ എടുത്തിട്ട് കൊടുക്കും, പറയും എന്താ അതെന്ന് ചോദിക്കും. ലെറ്റർ ബോംബാണോ എന്ന് ചോദിക്കും. ഇതിലേ പണം എന്തിൻ്റെ എന്ന് ചോദിക്കും. പറയും ഇത് നിങ്ങൾ എൻ്റെ സഹോദരന്മാരെ കയ്യിൽ കൊടുത്ത ബില്ലാണെന്ന് പറയും. ഓ അങ്ങനെ, അത് നീ എൻ്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ടല്ല വരുന്നത്, ഇവിടുന്ന് എഴുന്നേറ്റ് ഞാൻ നേരെ പോകുന്നത് ഫാമിലി കോർട്ടിലേക്കാണെന്ന് പറയും. ആ അത് കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നറിയും. ഇത് എത്രയുണ്ടെന്ന് പറയും. നിങ്ങൾ പറഞ്ഞ തുക അത്രയുണ്ടെന്ന് പറയും. ഇത് പോരല്ലോ വൈജയെന്ന് പറയും. പിന്നെ എന്ന് പറയും എൻ്റെ സഹോദരിമാരാണ് ഇവിടെ നിനക്ക് കൂട്ടുനിന്നത്, അവർക്ക് രണ്ടാൾക്കൊരു 25,000 രൂപ കൊടുക്കണം, ഗോവർദ്ധനും കൊടുക്കണം ഒരു 25, അയാളും മൂടി നടന്ന് കഷ്ടപ്പെട്ടതല്ലേ എന്ന് പറയും. ശരിയാ, എല്ലാവർക്കും ഞാൻ കണക്ക് പറഞ്ഞ് കൊടുത്തോളാം എന്ന് പറയും. ആ കൊടുക്കണം, എനിക്ക് ആരുടെയും അവസരവും വേണ്ട. പിന്നൊരു കാര്യം, ഇന്ന് മുതൽ നിങ്ങളെ ബന്ധുക്കളോട് എൻ്റെ അടുത്തേക്ക് എനിക്ക് കൂട്ടു നിൽക്കാൻ വരണ്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ വയ്ക്കുന്ന ഹോം നേഴ്സ് മതി എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, അത് തന്നെ ധാരാളം, ഞാനും വേണ്ടാന്ന് പറയും. ഓ പറയാം, അതിനും കുഴപ്പമില്ല എന്നറിയും. നിൻ്റെ ഇഷ്ടത്തിന് ആയിക്കോട്ടെ എന്ന് പറയും. നിൻ്റെ തലയിലെ അഹങ്കാരമാണ്, അത് ഇന്നൊന്നും ഉണ്ടായതല്ലടി, നീ ജനിച്ച അന്ന് തുടങ്ങിയതെന്ന്, അത് നിൻ്റെ മരണത്തോടുകൂടി പോകുള്ളൂ. അതിന് മുന്നേ നിൻ്റെ തലയിലെ അഹങ്കാരം കുറയാനൊന്നും പോണില്ല. നീ ഇങ്ങനെ കിടന്ന് നീ അനുഭവിക്കാനുണ്ട്. നീ കൂടുതലൊന്നും ബാലചന്ദ്രൻ പറയുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ്റെ മോള് പോകും. വൈജയന്തി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കിടക്കും. പിന്നീട് നമ്മുടെ മനു അലിനെയും കൊണ്ട് പോകണ് കടപ്പാട്ടൂർക്ക്, സോറി നമ്മുടെ ചിന്നുമോളെ കാണാനാണ് പോണത്. പക്ഷെ അതിന് മുന്നേ രേവതിക്കുട്ടിനെ കണ്ടിട്ട് രേവതിക്കുട്ടിനെയും കൊണ്ട് ചിന്നുമോളെ ഇതിക്ക് പോകണം. നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അലീന നല്ല അടിപൊളിയായിട്ട് മനുവിൻ്റെ കൂടെ കരിക്ക് കുടിക്കാനൊക്കെ പോണ്. അങ്ങനെ നല്ല സന്തോഷത്തോടെ നല്ലൊരു പ്രണയ ജോഡികളെ പോലെ അടിച്ച് പൊളിച്ച് നിൽക്കുന്ന അലീനയും മനുവിനെയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.